ഇന്നും ഗ്യാസ് കിട്ടൂല രാധികെ. ദേ പത്രത്തിലുണ്ട്, ഗ്യാസ് ഏജൻസിയുടെ മുമ്പിലൊക്കെ നല്ല ക്യൂ ആണ്. മിക്കവാറും ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടി. വിറക് വെട്ടി തരാം, തൽക്കാലം വിറകടുപ്പിൽ പാചകം ചെയ്യ്. ഗ്യാസ് ഇല്ലെങ്കിലും അടുപ്പ് പുകയായിരിക്കാൻ പറ്റില്ലല്ലോ. അടുപ്പ് പുകയുന്നല്ല, മനുഷ്യരുടെ മനസ്സിന്റെ പുകച്ചിൽ ആദ്യം മാറ്റേണ്ടത്. നന്ദന്റെ കാര്യം കേട്ടിട്ട് ഒരു സമാധാനവും ഇല്ല. ആ ഋഷിയുടെ ആത്മാവിനെ കണ്ട് നന്ദേട്ടൻ ബോധം കെട്ട് വീണ കാര്യല്ലേ? അമ്മ എന്താ ഈശ്വര സമാധാനം പോയിന്ന് പറയാത്തെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. അല്ല, അപ്പോ നേരത്തെ ചുറ്റിപ്പറ്റി നിന്ന മീരയുടെ ആത്മാവ് ടൂർ കഴിഞ്ഞു പോയോ? എന്നിട്ട് ഋഷിയുടെ ആത്മാവ് വന്നോ? ശാരി, നീ നാവടക്കി വെറുതെ നിക്ക്. നിനക്ക് വിശ്വാസമല്ലെങ്കിൽ വിശ്വസിക്കേണ്ട. നന്ദൻ കണ്ട കാര്യങ്ങളാ പറഞ്ഞത്. ഋഷിയുടെ ആത്മാവിനെ കണ്ട് നന്ദൻ ബോധം കെട്ടു വീണു. ചുമ്മാ ഓരോ വിഡ്ഢിത്തരങ്ങൾ പറയല്ലേ അമ്മേ. അല്ല, അതിന് ഋഷി മരിച്ചു എന്നാരാ പറഞ്ഞ? അയാളെ കാണാതായതിന്റെ അന്വേഷണം നടക്കുന്നതല്ലേ ഉള്ളൂ. ഇനി പണ്ട് മീരയെ കൊന്നു പറഞ്ഞ പോലെ ഋഷിയെ നന്ദേട്ടൻ തന്നെ കൊന്നതാണോ? നീ എന്താ ശാരി പറയുന്നത്? ഞാൻ പറയുന്നതാണോ തെറ്റ്? ഋഷി കൊല്ലപ്പെട്ടു വാർത്തകളൊന്നുമില്ല, പോലീസും അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ പ്രേതാത്മാവ് വന്നു പറയണേ? നന്ദേട്ടൻ എന്തോ ടെൻഷനോ ഡിപ്രഷനോ ഒക്കെയാണ്. ഋഷിയായിട്ട് പ്രഭാന്റിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ബുദ്ധിമുട്ടൊക്കെ നന്ദേട്ടന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. ഇന്നലെ കമ്പനി കൂടി മദ്യപിച്ചു എന്നും പറയല്ലേ? കുറെ കാലം കൂടി മദ്യപിച്ചപ്പോ അതിന്റെ ഒരു പിടുത്തത്തില് പുള്ളിക്കാരനൊരു തോന്നല് വന്നതാ. പണ്ട് അച്ഛനും പ്രേതാത്മാക്കളുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതല്ലേ. കള്ളു കുടിച്ചാ കാണാത്തത് പലതും കാണും അല്ലേ അച്ഛാ? അത് നേരാ. ആ കേട്ടോ, അനുഭവസ്ഥൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വഴിയില് കണ്ട ഏതോ പാവത്തനെ ഋഷിയാന്ന് കരുതിയതാ നന്ദേട്ടൻ. ഋഷിയാന്നും പറഞ്ഞ് ആ കണ്ട ആളെ തല്ലിക്കൊന്ന ആത്മാവാക്കത്തത് നല്ല കാര്യം. ഇതിങ്ങനെ തമാശയായിട്ട് പറഞ്ഞു കളയേണ്ടതല്ല, കാര്യമായി തന്നെ ഇടപെടണം. നന്ദന്റെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കണം. എന്തായാലും സിദ്ധാർത്ഥൻ സാറും ഗിരീഷും ഒക്കെ കൂടെ ഉണ്ടല്ലോ. നന്ദന്റെ പ്രശ്നങ്ങൾ അവര് നോക്കിക്കോളും. അവരെ പോലെ രണ്ടുപേരും കുടുംബത്തിലുള്ളത് ഒരു ബല. നന്ദേട്ടനെ ഒരു ഡോക്ടറെ കാണിക്കുക വേണ്ടത്. നന്ദേട്ടനെ മാത്രമല്ല, ദേവി അച്ഛയും കൂടി ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കണം. ചേച്ചി MLA ആയതിനു ശേഷമല്ലേ ഈ പ്രേതവും ഭൂതവും പിശാചും ഒക്കെ വന്നത്? ദേവിയച്ചിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ കുഴപ്പം പിടിച്ച പ്ലാന്റിന് അനുമതി കൊടുക്കില്ലല്ലോ. അത് അവളായിട്ട് ചെയ്തതല്ല, അവളെ കൊണ്ട് ആരോ ചെയ്യിച്ചതാ. പിന്നെ LKG കുട്ടിയല്ലേ ചേച്ചി, കുഞ്ഞാവാം, ഒന്നും അറിഞ്ഞൂടാ. ഒന്ന് പോവമ്മേ. കാര്യങ്ങൾ തനിയെ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളാണെങ്കിലേ MLA പണിക്കൊന്നും ഇറങ്ങരുതായിരുന്നു. കോളേജിലെ ഫ്രണ്ട്സിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെയാ ഞാൻ നിൽക്കുന്നേ. അല്ല, നമുക്ക് ചന്ദ്രത്തേക്കൊന്ന് പോയാലോ? എന്തിന്? ഇതൊക്കെ അവര് തന്നെ തീർത്തു പോകേണ്ട പ്രശ്നങ്ങളാ. അതിന്റെ ഇടയ്ക്ക് ദുഃഖം അന്വേഷിച്ചു പോകുന്ന പോലെയൊന്നും പോകണ്ട. ശാരി, നിന്റെ ചേച്ചി അത്. അവിടെ ഒരു പ്രശ്നം വന്നാൽ നമ്മളും ഇടപെടണം. എന്നാ ഇടപെട്. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒന്ന് പോണം. പോവാ.